ഈ ആഴ്ചയിലെ മാർക്കറ്റ് മൂവ്മെന്റ്സ് നിങ്ങളെ ശരിക്കും പേടിപ്പെടുത്തിയോ? കഴിഞ്ഞ ആഴ്ചയിലെ ബഡ്ജറ്റ് റാലിക്ക് ശേഷം ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ച പലർക്കും വലിയ നിരാശ നൽകിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. വെള്ളിയാഴ്ചത്തെ ആ ഒരു വലിയ വീഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണോ നിങ്ങൾ? കയറുമെന്ന് കരുതി വാങ്ങിയ സ്റ്റോക്കുകളെല്ലാം ഇപ്പോൾ ലോസിലാണ്. പേടിക്കേണ്ട, മാർക്കറ്റിൽ ഇത്തരം ഒരു കറക്ഷൻസ് വളരെ സാധാരണമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഫാൾ വന്നതെന്നും അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മളുടെ റഡാറിൽ വേണ്ടത്, ഈ വീഡിയോയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. മാർക്കറ്റിലെ ഈ കൺഫ്യൂഷൻ മാറ്റി ഒരു ക്ലിയർ പിക്ചർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യമായിട്ട് വീക്ക്ലി റൗണ്ടപ്പ്. വീക്ക്ലി റൗണ്ടപ്പിൽ ഫെബ്രുവരി 9 മുതൽ 13 വരെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ബഡ്ജറ്റ് ആഴ്ചയിലെ ആ ഒരു സ്ട്രോങ് റാലിക്ക് ശേഷം ഒരു മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു. വീക്കിന്റെ തുടക്കത്തിൽ പോസിറ്റീവ് ആയിരുന്നെങ്കിലും അവസാന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഹെവി സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിനെ താഴേക്ക് വലിച്ചു. ഫെബ്രുവരി 13 മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി 50 തലേ ദിവസത്തേക്കാൾ ഏതാണ്ട് 336 പോയിന്റ്, അതായത് 1.3% ഇടിഞ്ഞ് 25,471 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച മൊത്തത്തിൽ നോക്കിയാൽ നിഫ്റ്റിക്ക് ഒരു ഗെയിൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 82,626 എന്ന ലെവലിലാണ്. ചുരുക്കി പറഞ്ഞാൽ ബഡ്ജറ്റ് റാലിക്ക് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗും ഗ്ലോബൽ ഫാക്ടേഴ്സും ഈ ആഴ്ച മാർക്കറ്റിനെ ഒരു കറക്ഷനിലേക്ക് കൊണ്ടുപോയി എന്ന് വേണം കരുതാൻ. ബ്രോഡർ മാർക്കറ്റിലും ഹെവി സെല്ലിംഗ് ആയിരുന്നു. മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെവി ഫാൾ ഉണ്ടായത്? ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്: ഗ്ലോബൽ ഫാക്ടേഴ്സ്, ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ്, പിന്നെ ചില സെക്ടറുകളിലെ ഹെവി സെല്ലിംഗ്. ഒന്നാമത്തെ കാരണം ഗ്ലോബൽ മാർക്കറ്റിലെ ചില കൺസേൺസ് ആണ്. അമേരിക്കൻ മാർക്കറ്റിലെ ടെക്നോളജി സ്റ്റോക്കുകളിൽ കണ്ട ഒരു വലിയ കറക്ഷൻ ലോകം മുഴുവനുമുള്ള IT സെക്ടറിനെ കാര്യമായിട്ട് ബാധിച്ചു. അതോടൊപ്പം US-ൽ ഇൻഫ്ലേഷൻ വീണ്ടും കൂടുമോ എന്ന പേടിയും മാർക്കറ്റിനെ താഴേക്ക് വലിച്ചിട്ടു. ഇത്തരം ഗ്ലോബൽ ടെൻഷനുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് പുൾ ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. അതാണ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടത്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാരണം നമ്മുടെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ആണ്. അതായത് റിസർവ് ബാങ്കിന്റെ ഈ മാസത്തെ മോണിറ്ററി പോളിസി, ഫെബ്രുവരി ആദ്യം നടന്ന പോളിസി മീറ്റിംഗിൽ RBI ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തേണ്ട എന്ന തീരുമാനവുമായിട്ട് മുന്നോട്ട് വന്നു. റിപ്പോ റേറ്റ് 5.25% തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഇതൊരു തരത്തിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് തന്നെയായിരുന്നെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ അതിനൊരു ഹിന്റ് തരുമെന്നോ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിഭാഗത്തിന് ഇതൊരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കിംഗ് പോലെയുള്ള സെക്ടറുകൾക്ക് വലിയൊരു ബൂസ്റ്റ് കിട്ടിയില്ല. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം ചില സെക്ടറുകളിൽ വന്ന അതിശക്തമായിട്ടുള്ള സെല്ലിംഗ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് IT സെക്ടറിനാണ്. നിഫ്റ്റി IT ഇൻഡെക്സ് ഈ ആഴ്ച ഏകദേശം 8% വരെ താഴേക്ക് വന്നു. അമേരിക്കയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികൾ പുതിയ ടൂളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ IT കമ്പനികളുടെ ബിസിനസ് മോഡലിനെ അഫക്ട് ചെയ്യുമോ എന്ന പേടിയാണ് ഈ വീഴ്ചയുടെ പിന്നിൽ. TCS പോലെ പല ലീഡിംഗ് IT സ്റ്റോക്കുകളും 52 വീക്ക് ലോയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ITക്ക് പുറമെ മെറ്റൽ സ്റ്റോക്കുകളിലും നല്ല സെല്ലിംഗ് കാണാൻ കഴിഞ്ഞു. വെള്ളിയാഴ്ച NSE-യിലെ പ്രധാനപ്പെട്ട എല്ലാ സെക്ടറുകളും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും അടുത്ത ആഴ്ചയിലെ നിർണായക ലെവലുകൾ. ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്നറിയാൻ ടെക്നിക്കൽ ലെവലുകൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിപ്പോകാം. വെള്ളിയാഴ്ച 25,471 എന്ന ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സപ്പോർട്ട് ലെവൽ 25,400 തന്നെയാണ്. ഈ ലെവൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രധാന സപ്പോർട്ട് വരുന്നത് 25,200-ലും അതുപോലെ തന്നെ 25,000-ലുമാണ്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ആദ്യം ഫേസ് എന്ന റെസിസ്റ്റൻസ് 25,650 ആയിരിക്കും. ഇത് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 25,800 എന്ന ലെവലിലേക്ക് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അടുത്തൊരു ബാങ്ക് നിഫ്റ്റി. ബാങ്കിംഗ് സെക്ടർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നതിൽ ഒരു മേജർ റോൾ വഹിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലെ വീഴ്ചയും വെള്ളിയാഴ്ച നന്നായിട്ട് കാണാൻ കഴിഞ്ഞു. അടുത്ത ആഴ്ച ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ 59,000-നും 59,300-നും ഇടയിലാണ്. അതുപോലെ തന്നെ ഒരു സെക്കൻഡറി സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് 59,450-ലും 59,500-നും ഇടയിലാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോണുകൾ നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് വരുന്നത് 59,800-നും 60,000-നും ഇടയിലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ 60,000-ന് മുകളിൽ ഒരു ഓൾ ടൈം ഹൈ ഏരിയ ആണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഹയർ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിന് മുകളിലേക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് ബയാസ് ഉണ്ടെങ്കിൽ നിഫ്റ്റി 59,500-ന് മുകളിൽ അപ്സൈഡ് പോവുകയാണെങ്കിൽ 60,000-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബിയറിഷ് മൊമെന്റം ആണുള്ളതെങ്കിൽ ഒരു 59,000 ലെവലിലേക്ക് വീഴാനുള്ള
വരാനുള്ള സാധ്യതയും കാണാനുണ്ട് എന്നാണ് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ട്രേഡ് ചെയ്യുമ്പോൾ ഈ ലെവലുകൾ മൈൻഡിൽ വെക്കുക. മാർക്കറ്റ് ഈ ലെവലുകളിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കി മാത്രം നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അടുത്ത ആഴ്ച, അതായത് ഫെബ്രുവരി 16 മുതൽ 20 വരെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. കാരണം ഒരുപാട് ഇമ്പോർട്ടന്റ് ഇവന്റ്സ് വരാനുള്ള ഒരാഴ്ചയാണ്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഒന്നാമതായിട്ട് IPO ലിസ്റ്റിംഗുകളാണ്. പ്രൈമറി മാർക്കറ്റ് അടുത്ത ആഴ്ച വളരെ ആക്റ്റീവ് ആയിരിക്കും. 2 പ്രധാന കമ്പനികൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ ഹെൽത്ത് കെയർ IPO സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലിസ്റ്റിംഗിൽ ഫെബ്രുവരി 16 തിങ്കളാഴ്ച ഫ്രാക്ടൽ അനലിറ്റിക്സ് ആൻഡ് IA ഫിനാൻസ് എന്നീ 2 മെയിൻ ബോർഡ് IPOകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. ഇവയുടെ ലിസ്റ്റിംഗ് പെർഫോമൻസ് മാർക്കറ്റ് സെന്റിമെന്റ്സിനെ അഫക്ട് ചെയ്തേക്കാം. IPO സബ്സ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഫെബ്രുവരി 20 കോഡിയം IVF എന്ന സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ കമ്പനിയുടെ IPO ആരംഭിക്കും. ഒരു സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ കമ്പനി ആയതുകൊണ്ട് ഗ്രേ മാർക്കറ്റ് പ്രീമിയം പോസിറ്റീവായിട്ട് തുടർന്നാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായേക്കും. കൂടാതെ മരുഷിക ടെക് എന്ന SME IPOയുടെ സബ്സ്ക്രിപ്ഷൻ തിങ്കളാഴ്ച ക്ലോസ് ആവും. ഫ്രാക്ടൽ ഇൻഡസ്ട്രീസ് എന്ന മറ്റൊരു SME IPOയുടെ സബ്സ്ക്രിപ്ഷൻ തിങ്കളാഴ്ച തുടങ്ങി. അടുത്തായിട്ട് നമുക്ക് ഡിവിഡൻഡ് ഡയറി ഒന്ന് നോക്കി പോകാം. ഡിവിഡൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു ഇമ്പോർട്ടന്റ് വീക്ക് ആണ്. തിങ്കളാഴ്ച ഫെബ്രുവരി 16 എക്സ്ട്രേറ്റ് ആവുന്ന കമ്പനിയാണ് ടൊറന്റ് പവർ. ഓഹരി ഒന്നിന് 15 രൂപ. അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ ഓഹരി ഒന്നിന് 10 രൂപ. എസ്കോർട്സ് കുബോട്ട ഇൻട്രീം ഡിവിഡൻഡ് ആണ് നൽകുന്നത്. ചൊവ്വാഴ്ച ഫെബ്രുവരി 17 ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സ് ഡേറ്റ് ആണ്. ഡിവിഡൻഡ് എമൗണ്ട് പിന്നീട് അനൗൺസ് ചെയ്യും. ഫെബ്രുവരി 18 ഓയിൽ ഇന്ത്യ ഓഹരി ഒന്നിന് 7 രൂപ. ഫെബ്രുവരി 20 IRCTC ഓഹരി ഒന്നിന് 3 രൂപ 50 പൈസ. പവർ ഫിനാൻസ് കോർപ്പറേഷൻ PFC ഓഹരി ഒന്നിന് 4 രൂപ. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസുകളും ആർക്കൊക്കെയാണെന്ന് നോക്കാം. ടൈറ്റാൻ ബയോടെക് സ്റ്റോക്ക് സ്പ്ലിറ്റ്. ഈ കമ്പനി 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കിനെ 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 സ്റ്റോക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എക്സ് ഡേറ്റ് ഫെബ്രുവരി 20 വെള്ളിയാഴ്ചയാണ്. ഡെൽഫി വേൾഡ് മണി ബോണസ് നൽകുന്നു. ഈ കമ്പനിയുടെ ബോണസ് ഷെയറുകൾ ഫെബ്രുവരി 17 ട്രേഡ് ചെയ്യാൻ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി പ്രധാന കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കാം. റിസൾട്ട് സീസൺ ഏതാണ്ട് തീരാറായെങ്കിലും ചില പ്രധാന ഇൻഡസ്ട്രിയൽ കമ്പനികളുടെ റിസൾട്ടുകൾ അടുത്ത ആഴ്ച വരാനുണ്ട്. ബിന്നി ലിമിറ്റഡ്, ക്രിയേറ്റീവ് ഐ പോലെയുള്ള സ്മോൾ ക്യാപ് കമ്പനികൾ, അതുപോലെ തന്നെ ABB ഇന്ത്യ, CIE ഓട്ടോമോട്ടീവ് ഇന്ത്യ എന്നിവയുടെ റിസൾട്ടുകൾ ഫെബ്രുവരി 19 വരാനിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഗ്രീൻ എനർജി, ഓട്ടോമൊബൈൽ ഡിമാൻഡ് എന്നിവയെ പറ്റിയുള്ള സൂചനകൾക്കായിട്ട് ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റിലെ മറ്റു നിർണായക കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സെന്റിമെന്റ് ഹോളിഡേ ഫെബ്രുവരി 19 വ്യാഴാഴ്ച ഛത്രപതി ശിവാജി മഹാരാജ് ജയന്തി പ്രമാണിച്ച് ഒരു സെന്റിമെന്റൽ ഹോളിഡേ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യും, പക്ഷേ ബാങ്കുകളും ക്ലിയറിംഗ് ഹൗസുകളും അവധിയായതുകൊണ്ട് നിങ്ങൾ ബുധനാഴ്ച സ്റ്റോക്ക് സെല്ല് ചെയ്താൽ വെള്ളിയാഴ്ച മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുകയുള്ളൂ. ഇനി അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും കാത്തിരിക്കുന്ന സെഗ്മെന്റിലേക്ക് എത്താം. ഈ ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷം അടുത്ത ആഴ്ച ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെക്കേണ്ടത്? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള 2 പ്രധാനപ്പെട്ട സെക്ടറുകളെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. PSU ബാങ്കുകളും ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളും. എന്തുകൊണ്ടാണ് PSU ബാങ്കുകൾ ഇപ്പോഴും ഒരു ഫോക്കസിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ആഴ്ചയിലെ വീഴ്ചയിലും PSU ബാങ്കിന്റെ ലോങ് ടേം പൊട്ടൻഷ്യലിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല. കിട്ടാക്കടം അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ് കുറഞ്ഞതും ഗവൺമെന്റിന്റെ സ്ട്രോങ് സപ്പോർട്ടും കാരണം ഈ ബാങ്കുകളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കാരണം ലോണുകൾക്ക് ഡിമാൻഡ് കൂടുന്നതും ബാങ്കുകളുടെ പ്രോഫിറ്റ് കൂട്ടുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ മികച്ച പെർഫോമൻസ് ആണ് കുറച്ച് കാലമായിട്ട് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ഇത്തരം വീഴ്ചകൾ ഒരുപക്ഷെ ഈ സെക്ടറിലെ നല്ല സ്റ്റോക്കുകൾ കുറഞ്ഞ പ്രൈസിൽ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് കാണേണ്ടതുണ്ട്. അടുത്തായിട്ട് ഓട്ടോ സെക്ടറാണ്. പുതിയ മോഡലുകൾ, ഫെസ്റ്റിവൽ സീസൺ ഡിമാൻഡ്, ആളുകളുടെ ഇൻകം കൂടുന്നത്, ഇവയെല്ലാം ഓട്ടോ സെക്ടറിനെ എപ്പോഴും ആക്റ്റീവ് ആക്കി നിർത്തുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ അതായത് EV-യിലേക്കുള്ള ഈ മാറ്റം ഈ സെക്ടറിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തുറന്നിടുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, TVS മോട്ടോർ, MRF പോലെയുള്ള സ്റ്റോക്കുകൾക്ക് മാർക്കറ്റിൽ എപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വീക്ക് ആകുമ്പോൾ ഇവിടെ പെർഫോമൻസ് വാച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തായിട്ട് ഒരു ഡിഫൻസീവ് സെക്ടർ ആയിട്ടുള്ള എനർജി ആൻഡ് ഓയിൽ ഗ്യാസിനെ പറ്റി നമുക്ക് നോക്കാം. പെട്രോനെറ്റ്, LNG, MRPL തുടങ്ങിയ കമ്പനികളിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ക്രൂഡ് ഓയിൽ പ്രൈസിലെ സ്റ്റെബിലിറ്റിയും രാജ്യത്ത് കൂടി വരുന്ന എനർജി കൺസപ്ഷനും ഈ കമ്പനികൾക്ക് ഗുണകരമായേക്കും. തീർച്ചയായിട്ടും നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ടുള്ള റിസർച്ച് ചെയ്ത് നിങ്ങളുടെ എൻട്രി, എക്സിറ്റ്, സപ്പോർട്ട് സോണുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ട്രേഡിംഗ് ഹാബിറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഈ ആഴ്ചയിലെ മാർക്കറ്റ് വീഴ്ചയുടെ കാരണങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലാണ്. IT സെക്ടറിലെ പേടിയും ഗ്ലോബൽ ഫാക്ടേഴ്സുമാണ് ഇതിന് പിന്നിൽ. ഈ ഒരു സമയത്ത് പാനിക്കായി സെല്ല് ചെയ്യുന്നതിന് പകരം നല്ല ഫണ്ടമെന്റൽസ് ഉള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സെക്ടറുകളുടെയും സ്റ്റോക്കുകളുടെയും വിലയിടിവ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ആഴ്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്റ്റോക്ക് ഏതാണ് എന്ന് കമന്റ് ചെയ്യാമോ? അടുത്ത ആഴ്ചയിലെ മാർക്കറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.
സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.